കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെയും ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. 1-ാം പ്രതി പൾസർ സുനിക്ക് IT ആക്ട് പ്രകാരം 5 വർഷത്തെ അധിക ശിക്ഷയുമുണ്ട്. ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. 1.5 മണിക്കൂർ നീണ്ട വാദം കേൾക്കലിന് ശേഷമാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികളും 40 വയസ്സിന് താഴെയാണ് പ്രായമുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇവരെ ആശ്രയിച്ചിരിക്കുന്ന കുടുംബവും പരിഗണിച്ചാണ് വിധി എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. തന്റെ വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ, അതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പൾസർ സുനി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശിക്ഷയിൽ 5 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച സംഭവത്തിൽ 8 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിർണായകമായ വിധി വന്നിരിക്കുന്നത്. പൾസർ സുനി അടക്കമുള്ള 6 പേരെയാണ് ഇപ്പോൾ ശിക്ഷാ വിധി നടപ്പിലാക്കിയിരിക്കുന്നത്. പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് എന്നിവരാണ് ഈ കേസിൽ മുഖ്യ പ്രതികളായിരുന്നത്. ഈ കേസിലെ 6ഉം 7ഉം പ്രതികൾ 8ഉം 9ഉം പ്രതികളായിട്ടുള്ള ദിലീപിനെ നേരത്തെ തന്നെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. 8ാം പ്രതിയായിരുന്നു ഈ കേസിൽ ദിലീപിനെ നേരത്തെ തന്നെ കോടതി വെറുതെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ പ്രതികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് ശിക്ഷാവിധി നടപ്പിലാക്കിയിരിക്കുന്നത്. 20 വർഷം കഠിന തടവും 50,000 രൂപയുമാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിധിയെ കേരളം എങ്ങനെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം 8 വർഷത്തിന് ശേഷം അന്തിമമായ വിധി നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനമല്ല, രാജ്യം ഒന്നടക്കം ഉറ്റുനോക്കുന്ന ഒരു വിധിയുടെയാണ് ഒരു കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്.